ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മലയാള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയും സച്ചിയും കഷ്ടപ്പെട്ട 5 ലക്ഷം രൂപ കയ്യിലുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് രേവതി അത് പൂക്കടയിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചന്ദ്രയോടും അച്ഛനോടും യാത്ര പറഞ്ഞിട്ടാണ് പോണേ. അങ്ങനെ നമ്മുടെ രേവതി നേരെ ചെന്ന് അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പൈസ കിട്ടി, ഞാനത് പൂക്കടയിൽ കൊടുത്തിട്ട് വരാമെന്ന്. അപ്പോൾ ആരൊക്കെ എൻ്റെ മോളെ തോപ്പിക്കാൻ നോക്കിയാലും ഈശ്വരൻ എൻ്റെ മോൾക്ക് കൂട്ടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ അനുഗ്രഹിച്ച് വിടുവാണ്. അപ്പം അമ്മ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞത് നമ്മുടെ രേവതി അവിടുന്ന് പോകുന്നു. ഈ സമയത്ത് ചന്ദ്ര അവിടെ ഇങ്ങനെ നിൽക്കുകയല്ലേ. ദൈവമേ, അവളെ പൈസ കൊടുത്താൽ അവൾ ആളാവുമല്ലോ. അപ്പോൾ ഒരു ഓട്ടോയ്ക്കാണ് നമ്മുടെ രേവതി അവിടുന്ന് പോകുന്നത്. അപ്പോൾ രേവതി ഓട്ടോയ്ക്ക് പോകുന്നതെല്ലാം ചന്ദ്ര കാണുക കേട്ടോ. അങ്ങനെ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. രേവതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ടെൻഷനായി. എന്ത് പറ്റി? അവളുടെ വണ്ടി എടുക്കാതെ അവൾ ഓട്ടോയിൽ പോണത് എന്തായിരിക്കും? എന്നാ പറ്റിയേ? കാശ് ഞാൻ സംഘടിപ്പിക്കും, ഈ വർക്ക് ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചവളാ അവള്. സമ്മതിക്കില്ല ഞാനൊന്നും പറഞ്ഞ് നിൽക്കുക. നീ ജയിച്ചു എന്ന് കരുതണ്ടടി മോളെ. അവൾ പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്ന കാര്യം ഹേമയെ വിളിച്ചു പറയാമെന്ന് ചന്ദ്ര. അവൾ വേണ്ടത് ചെയ്തോളുവെന്നു. അങ്ങനെ ചന്ദ്രമതി ആ ദുഷ്പ്രവൃത്തിയും കൂടെ ചെയ്യാൻ പോവുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഹേമ അവിടെ ഇരുന്ന് ഫോണിൽ ഒരു പുള്ളിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും രേവതിക്കില്ല എന്നും പറഞ്ഞു. അപ്പം അതെ നോക്ക്, പക്ഷേ സാറ് അത് വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടനെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഡെക്കറേഷൻ ഇറക്കാനുള്ള ആ ഒരു പൂവ് ഇറക്കണമെങ്കിൽ ആ പൂക്കടയിൽ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ആ കാശൊന്നും അവളുടെ കയ്യിലില്ല എന്നും പറഞ്ഞു. അതിനുവേണ്ടി കടം മേയ്ക്കാൻ വേണ്ടി അവൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും. ഈ ചേട്ടൻ അതൊന്നും കേട്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതിരിക്കും കേട്ടോ. ഇവളെയൊക്കെ വിശ്വസിച്ച് ആരെങ്കിലും കടം കൊടുക്കുമോ? എവിടുന്നും കിട്ടിയില്ല. അപ്പം ഇതൊക്കെ ഹേമയോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അതൊക്കെ ഞാൻ അറിഞ്ഞു, പറയാനൊക്കെ ആളുണ്ട് സാറേ. ഇനി ഹേമ പറയാ കേട്ടോ. പിന്നെ സാറേ, അവളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അവസാനം സാറ് പെട്ടുപോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അതുകൊണ്ട് അവളുടെ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്, എന്നിട്ട് എനിക്ക് താ ഓർഡർ, ഞാൻ ഭംഗിയായിട്ട് ചെയ്തു തരാമെന്നൊക്കെ പറയുമ്പം രേവതിയുടെ കയ്യിൽ കാശില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ആ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ വന്ന് പറഞ്ഞാൽ എങ്ങനെ ഓർഡർ ക്യാൻസൽ ചെയ്യണേ? പിന്നെ നിങ്ങൾ ഇനി ഇതിൻ്റെ പിന്നാലെ നടക്കണ്ട, ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു, വെറുതെ നടന്നിട്ടും കാര്യമൊന്നുമില്ല. രേവതി വർക്ക് ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നോ ചേട്ടൻ പറയാം, നിങ്ങൾ ചെല്ല് എന്ന് പറഞ്ഞിട്ട് പറയുമ്പം രേവതിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഓർഡർ തരുമോ എന്ന് ചോദിച്ചപ്പം അതൊക്കെ നമുക്ക് അപ്പം നോക്കാം, പക്ഷേ അവൾ തന്നെ അത് ചെയ്യും, അത് എൻ്റെ വിശ്വാസമാണെന്ന് ആ ചേട്ടൻ നേരം പറഞ്ഞു. ഇത് കേട്ടപ്പം ആ വിശ്വാസം തെറ്റു സാറേ, നോക്കിക്കോ, സാറിന് എന്നെ തന്നെ വിളിക്കേണ്ടി വരുമെന്നൊക്കെ ഹേമ ഇങ്ങനെ പറയുമ്പം ഈ ചേട്ടൻ ഇരുന്ന് ചിരിച്ചു. ഹേമ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. പുറത്തിറങ്ങി അയാൾക്കടെ ഗുണ്ടയും അവിടെ നിൽപ്പുണ്ട്. അജേഷേ എന്നും പറഞ്ഞൊരു വിളി. ഹേമ, മേഡം, അദ്ദേഹത്തിന് അവളെ ഭയങ്കര വിശ്വാസമാണെന്നാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് നോക്കാം, എന്തായാലും അവൾ ഈ വർക്ക് ചെയ്യില്ല, ഞാൻ തന്നെ ഈ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു ഹേമ നിൽക്കുമ്പോൾ ഹേമയുടെ ഫോണിലേക്ക് ഈ ഫോൺ വരുന്നു. അപ്പോൾ ചന്ദ്രമതിയാണ് വിളിക്കുന്നത്. അവൾ അഡ്വാൻസ് കൊടുക്കാൻ പോയെന്ന് പറഞ്ഞു. അവൾ അഡ്വാൻസ് കൊടുക്കാൻ പോയെന്ന് സത്യമാണോ എന്ന് ചോദിച്ച് ഹേമ ടെൻഷനായി ഞെട്ടി. അപ്പം ഞാനിതിന് കള്ളം പറയണം, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ചന്ദ്ര. അവൾക്ക് കാശ് കിട്ടില്ല എന്നാണ് ഞാനും കരുതിയത്, പക്ഷേ അവൾ എവിടുന്നൊക്കെയോ കാശ് സംഘടിപ്പിച്ചു എന്ന കാര്യം പറയാം. ഇനി എന്ത് ചെയ്യും? ചന്ദ്രമതി അവളെ വിടരുതായിരുന്നു, എങ്ങനെയെങ്കിലും തടയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ച് കെട്ടിയിടാൻ പറ്റുമോ അവളെ എന്ന് ചോദിക്കുക. അന്നേരം എൻ്റെ ദൈവമേ, അവൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ? ഇപ്പം അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് ചന്ദ്ര. അവൾ സ്കൂട്ടർ എടുത്തിട്ടില്ല, ഒരു ഓട്ടോയ്ക്കാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിക്കണമെന്നും ചന്ദ്ര പറയാം. പിന്നെ നോക്ക്, നീ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറയും. ശരി, ഞാൻ സമയം കളയുന്നില്ല, ചന്ദ്രമതി ഫോൺ വെച്ചോളാൻ പറഞ്ഞു. അവൾ അവിടെ അഡ്വാൻസ് കൊടുക്കാൻ പാടില്ല, ആ കാശ് തട്ടിയെടുക്കണമെന്ന് ഹേമ പറയാം ഈ 2 ഗുണ്ടകളോട്. അപ്പോൾ അഡ്വാൻസ് കൊടുത്തില്ല എങ്കിൽ അവർ പൂവ് ഇറക്കി കൊടുക്കില്ല എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഈ ഹേമ അത് പ്ലാൻ ചെയ്യാം. അവൾ പൂ വാങ്ങുന്ന പൂക്കട നിങ്ങൾക്ക് അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചു. അതിൻ്റെ പരിസരത്ത് പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് കൈക്കലാക്കണമെന്നും പറഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഹേമ ഇവന്മാരെ പറഞ്ഞു വിടുക. അപ്പോൾ രേവതിയാണ് ആ പൂക്കടയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കേണ്ട, ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കാം, അവൾ ആ വഴിക്കാണ് വരുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ രേവതി വരുന്ന വഴിയിൽ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ രേവതി വരുന്ന ഓട്ടോ വന്നു, പൂക്കടയുടെ അടുത്ത് എത്തി. ആ സമയത്ത് നമ്മുടെ രേവതി ഒരു അമ്പലം ഉണ്ട് അതിൻ്റെ അടുത്ത്, ആ അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങി. അങ്ങനെ ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് പോരുക. ആ സമയത്ത് രേവതിയുടെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ പിടിക്കാനായിട്ട് ഇവന്മാർ വന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും പിടിയും വലിയും ഒക്കെ ആയി. അപ്പോഴത്തേക്ക് രേവതി കള്ളനിന് ഓടി വരണേന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് കൂവുന്നു. അപ്പോഴത്തേക്ക് ഒരുത്തൻ ആ പൈസ മേടിച്ചു. അങ്ങനെ രേവതിയുടെ കയ്യിലെ പൈസയും തട്ടിപ്പറിച്ചു മേടിച്ച് അവന്മാർ ഓടുക. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ കിടന്ന് ഭയങ്കര ഒച്ചത്തിൽ കാറും കേട്ടോ. ആ സമയത്ത് ഈ കടക്കാരൻ ചേട്ടൻ അത് കണ്ടു. രേവതി പിന്നാലെ ഓടുക. ആ പൈസയും കൊണ്ട് അവന്മാരങ്ങ് പോയി. അപ്പോഴത്തേക്ക് രേവതിയെ പിടിച്ച് തള്ളിയിട്ടിട്ട് അവർ പൈസയും കൊണ്ട് പോയി. അയ്യോ എൻ്റെ ഈശ്വര. അപ്പോഴത്തേക്ക് ആ ചേട്ടൻ എന്താ മോളെ എന്താ രേവതി എന്ന് ചോദിച്ചു വന്നു. ഞാൻ ചേട്ടന് തരാൻ കൊണ്ടുവന്ന കാശ് അവർ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. രേവതി ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്ക് വേറൊരു 2 ചേച്ചിമാർ ഓട്ടോയിൽ വരിക. ഓട്ടോയിൽ വന്നപ്പോൾ രേവതി അവിടെ നിന്ന് കരയുന്നത് കണ്ടു. അപ്പോൾ അത് രേവതിയല്ലേ, ചേട്ടാ അവിടെ നിന്ന് നിർത്തിക്കുകയെന്ന് പറഞ്ഞിട്ട് ഓട്ടോ ചേട്ടനെ കൊണ്ട് വണ്ടി നിർത്തിച്ചു. അപ്പോൾ ഈ ചേച്ചിമാർ ഇറങ്ങി വന്നിട്ട് രേവതിയോട് കാര്യം ചോദിച്ചു. അപ്പോൾ രേവതി ചേച്ചിമാരോടും കാര്യം പറഞ്ഞു. രേവതിയുടെ 5 ലക്ഷം രൂപ പോയി. അപ്പോൾ ചെറിയ കാശൊന്നുമല്ല, 5 ലക്ഷം രൂപ അവന്മാർ കൊണ്ടുപോയതെന്ന കാര്യമൊക്കെ ഈ കടക്കാരൻ ചേട്ടനും പറയുക കേട്ടോ. അപ്പോൾ തിന്നാതെയും കുടിക്കാതെയും ഞാൻ സച്ചേട്ടൻ കൂടി കൂട്ടി വെച്ചതും പിന്നെ ആരോടൊക്കെ കടം മേടിച്ച് കൊണ്ടുവന്ന കാശാണെന്ന് പറഞ്ഞ രേവതി ഭയങ്കര കരച്ചിൽ. അത് അവന്മാർ കൊണ്ടുവന്ന് പറയുമ്പം എങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു പറ നിങ്ങൾ. അപ്പോൾ ഞാൻ വിളിച്ചോളാമെന്ന് ആ കടക്കാരൻ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കാം. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവന്മാരെ പിടികൂടണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയും കൊണ്ട് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ നോക്കുക കേട്ടോ. മറ്റവന്മാർ കാശും കൊണ്ട് ഇങ്ങ് പോരുകയും ചെയ്തു. ഈ സമയത്ത് നമ്മുടെ വർഷ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഞാനിനി എന്താ ചെയ്യണ്ടേ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതേ. അപ്പം അങ്ങനെ ആകെ വല്ലാത്തൊരിതിലിരിക്കുന്നു. ഇനി എന്തൊരു കഷ്ടം, ഞാൻ എന്ത് ചെയ്യും എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വർഷയ്ക്ക് ഭയങ്കര ഇത്. ആ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നു. വന്നപ്പോൾ വർഷ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് വന്നപ്പോൾ നീ എൻ്റെ അടുത്തുനിന്ന് പോയി തരുമെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക വർഷ ശ്രീകാന്തിനോട്. നീ ഇവിടെ ഇരിക്കണ്ട, ജോലിക്ക് പോകുന്നു പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു. വർഷ പോയി വൊമിറ്റ് ചെയ്യുന്നു. ശ്രീകാന്ത് എന്ന് പിന്നെ പുറത്തെ തിരുമ്മി കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നു. രവിയേട്ടൻ വന്ന് ഇങ്ങനെ ചുമച്ചിക്കാൻ ഇവൻ എന്നെ ജോലിക്ക് വിടുന്നില്ല അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് പറയാം. അതിന് കാരണം ഉണ്ടെന്ന് കരുതാം. ശ്രീകാന്ത് എന്തിനാ ജോലിക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് വർഷ അന്നേരം ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ അവൻ അച്ഛനാകാൻ പോവുമല്ലേ, അതിൻ്റെ സന്തോഷമാണ് അവൻ കാണിക്കുന്നത്, അവൻ്റെ വിലപ്പെട്ട സമയങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനിങ്ങനെ ശ്രീകാന്തിൻ്റെതായിട്ട് സംസാരിച്ചിട്ട് അങ്ങ് പോയി. അങ്ങനെ അവർ 2 പേരും കൂടെ സംസാരിച്ചു. പിന്നെ കാണിക്കുന്ന സച്ചി ആട്ടോ. അപ്പോൾ സച്ചി വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കും സച്ചിനെ ഒരു ചേച്ചി വിളിക്കുക, രേവതിയെ കണ്ട ചേച്ചി. അപ്പോൾ എൻ്റെ പേര് റീന എന്നാണെന്ന് പറഞ്ഞു. എന്താ ചേച്ചി കാര്യം? അങ്ങനെ രേവതിയുടെ പൈസ പോയ കാര്യം പറയുക കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ സച്ചി പെട്ടെന്ന് വണ്ടി കൊണ്ടുവന്ന് അങ്ങ് നിർത്തി. അപ്പോൾ അവൾക്ക് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. എന്നാ എൻ്റെ രേവതിക്ക് പറ്റിയെന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കയ്യിൽ ചെറിയൊരു പരിക്കുണ്ടെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പം കൂടെ ഉണ്ടായിരുന്ന ആളോട് സച്ചി ഇങ്ങനെ വേറെ വണ്ടി പിടിച്ച് പോകാവോ എന്നൊക്കെ ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി രേവതി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. ആ സമയത്ത് ഡോക്ടർ രേവതിയോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. കുഴപ്പം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം രേവതി ഡോക്ടറോട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ പോകാമെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചേച്ചിമാർ രേവതിയെ സമാധാനിപ്പിക്കുക, പേടിക്കണ്ട, സങ്കടപ്പെടല്ലേ മോളെ, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്ക് സച്ചി പറന്നു വന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ രേവതി ഭയങ്കര കരച്ചിൽ. അപ്പോൾ സച്ചി ഓടി നോക്കുമ്പോൾ രേവതി കയ്യിലിങ്ങനെ കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റി രേവതി ഇതെന്ന് ചോദിച്ചപ്പോൾ കാശ് മൊത്തം പോയി സച്ചേട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. നമ്മൾ കൂട്ടി വെച്ച കാശ് മുഴുവനും പോയെന്ന് പറയുമ്പോഴേക്കും കരയല്ലേ നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? നീ ഹോസ്പിറ്റലാണെന്ന് കേട്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് എൻ്റെ ഹൃദയം നിന്ന് പോയി എന്ന് സച്ചി പറയുക. അപ്പോൾ രേവതി ഭയങ്കര കരച്ചിലാട്ടോ. കൂടുതലൊന്നും പറ്റിയില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായതെന്ന് പറയാം. പിന്നെ നീ ഇങ്ങനെ കരയാതെ എൻ്റെ രേവതി എന്നും പറഞ്ഞു 5 ലക്ഷം രൂപയാണ് സച്ചേട്ടാ പോയതെന്ന് പറഞ്ഞപ്പം പണം പോയത് പോട്ടെ എന്ന് പറഞ്ഞു സച്ചി. എന്തിനാ അവരോട് പിടിവലിക്ക് പോയതെന്നൊക്കെ ചോദിക്കാം. പിന്നെ കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേന്നും ചോദിച്ചു. അപ്പം നമുക്ക് സച്ചേട്ടാന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലേ. ആ സമയത്ത് കൈക്ക് വലിയ മുറിവാണോ ഉള്ളതെന്ന് ചോദിച്ചു. ഇല്ല, വേറൊന്നും നിനക്ക് പറ്റിയില്ലല്ലോ? ഇല്ല സച്ചേട്ടാ, വേറൊന്നും എനിക്ക് പറ്റിയില്ല എന്നും പറഞ്ഞ് രേവതി ഇന്ന് കരച്ചിൽ. രേവതി കൈ നിനക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ പറഞ്ഞാൽ മതി, പക്ഷേ നിന്നെ തനിച്ച് വിടരുതായിരുന്നു, ഞാനും കൂടെ വരേണ്ടതായിരുന്നു എന്നൊക്കെ സച്ചി രേവതിയോട് പറയാണ്. ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി, അതാ പറ്റിയത്, ഞാൻ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ സച്ചി പറയണം. എന്നോട് ക്ഷമിക്ക് രേവതി എന്നും പറഞ്ഞിങ്ങനെ. അപ്പോൾ കാശിൻ്റെ കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാനായിട്ട് പറ്റിയില്ല, എല്ലാം നീ ഒറ്റയ്ക്കാണ് സംഘടിപ്പിച്ചതെന്നൊക്കെ സച്ചി പറഞ്ഞ് ലീവ് എടുത്ത് ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമായിരുന്നു എന്നൊക്കെ പറയുമ്പം എന്തിനാ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ, മനസ്സുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ എന്ന് രേവതി എന്നേരം സച്ചിയോട് ചോദിക്കുകയാണ്. 5 ലക്ഷം രൂപ
കൊണ്ട് തൊലച്ചത്. നമ്മുടെ മാത്രം കാശല്ലായിരുന്നു അതിൽ? പാവം നമ്മുടെ അച്ഛൻ തന്ന കാശും ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. ദേവു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 1,00,000 രൂപയും ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച കാശ് വരെ അവൾ എനിക്ക് തന്നു. എല്ലാം ഞാൻ ഒറ്റ ഒരുത്തി കൊണ്ട് തൊലച്ചില്ലെന്ന് ചോദിച്ചു. ഭയങ്കര കരച്ചിൽ. ഞാനത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, എല്ലാം എൻ്റെ തെറ്റാണെന്നും പറഞ്ഞ് കരയുമ്പോൾ, രേവതി നീ ഇങ്ങനെ കരുതിക്കൂട്ടി തൊലച്ചതൊന്നും അല്ലല്ലോ, നീ കരയല്ലേ, എല്ലാവരുടെയും കാശ് നമുക്ക് കൊടുക്കാം, കുറച്ച് സാവകാശം വേണമെന്നേ ഉള്ളൂ എന്നും നീ കരയാതിരിക്കാനും സച്ചി രേവതിയോട് പറയാം. അങ്ങനെ അതുങ്ങൾ രണ്ടുപേരും കൂടി കരഞ്ഞു വിളിച്ചു. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.